നമ്മളെ ഹങ്ങർ ഫോർട്ടിലേക്ക് പോകുന്ന ആ ട്രാക്കിലാണിട്ടുള്ളത്. നിങ്ങൾ തന്നെ കാണുന്നില്ലേ, ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഒരു ട്രാവലിങ്. നല്ലൊരു എക്സൈറ്റ്മെന്റ് ആട്ടോ. എക്സൈറ്റ്മെന്റ്, ക്യൂരിയോസിറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. ഏകദേശം ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അല്ലേ, 4 കിലോമീറ്ററോളം പോകാനുണ്ട്. 2.56 2.5 കിലോമീറ്റർ ഇവിടെ നിന്ന് മെയിൻ റോഡിൽ നിന്ന് പോകാനുള്ളൂ. എന്താ വ്യൂസ്! ഓഫ്, അവിടെ നോക്കി, കോട ഇറങ്ങി. ഈ ഒരു നട്ടുച്ച നേരത്തെ 2 മണിക്ക് കോട ഇറങ്ങിയിട്ടുള്ള ഒരു വ്യൂ. അപ്പൊ അങ്ങനെ വെച്ചാൽ ഇവിടെ രാവിലെ എന്തായിരിക്കില്ല, മൊത്തം അവിടെ കോടൊക്കെ മൂടിയിട്ട്. അയ്യോ, ഒന്നും മിസ്സാക്കരുത് അല്ലേ, ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്തൊരു ഏരിയ ഒക്കെ ആണിത്. എനിക്ക് തോന്നുന്നത് ഹങ്കർ ഫോർട്ടിലേക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാകില്ല, പക്ഷെ ഹങ്കർ ഫോർട്ടിലേക്ക് പോകുന്ന ഈ ഒരു വഴിയാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് തോന്നുന്നു. എന്തായാലും ഹങ്കർ ഫോർട്ട് ഒന്ന് പോയി നോക്കാം. ഹങ്കർ ഫോർട്ട് പോയി നോക്കിയിട്ട് എനിക്ക് തോന്നുന്നതേ, ഈ വഴിയൊക്കെ കണ്ടിട്ട് ഏകദേശം വഴി നല്ല രസമുള്ളതും എന്നാൽ ഹങ്കർ ഫോർട്ട് വലിയ ഇതില്ലാത്തതുമാണ്. ഞാനിതുവരെ ഹങ്കർ ഫോർട്ട് പോയിട്ടില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. നല്ല രസമുണ്ട്, എന്തായാലും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ട്രാക്ക്. നിങ്ങൾ ഈ കാഴ്ച കാണുന്നില്ലേ, ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ പല സമയത്തായിട്ട് വണ്ടി നിയന്ത്രണം പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ സത്യം പറഞ്ഞാല്. കാരണം വെച്ചാൽ അത്രക്കും അടിപൊളി കാഴ്ചകള്. ഞാൻ അങ്ങനെ വിചാരിച്ചാൽ ഡ്രൈവിങ്ങിലൊക്കെ അത്യാവശ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നതാണ്, കാരണം റോട്ടിലേക്ക് മാത്രം നോക്കി ഓടിക്കുന്ന ഒരാളാണ്. നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടി തന്നെ കോൺസെൻട്രേഷൻ മൊത്തം റോട്ടിലാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇടക്കിടക്ക് ഈ കാഴ്ച കണ്ടിട്ട് എനിക്ക് തെറ്റിപ്പോവാം. അത്രക്കും നല്ല അടിപൊളി വ്യൂസ് ആണ് റൈറ്റ് സൈഡിലൊക്കെ വരുന്നത്. ഹങ്കർ ഫോർട്ടിലാണുള്ളത്. നമ്മുടെ ചാർലി ഷൂട്ടിംഗ് ഒക്കെ നടത്തിയ പ്ലേസ് ആണ്. ഒടുക്കത്തെ കാറ്റ് കേട്ടോ, രക്ഷയില്ല. ബാ ബാ, നല്ല കാറ്റാണ്. ഇപ്പൊ മഴയൊക്കെ പെയ്യും, വേഗം. നമ്മളിപ്പം പ്രശസ്തമായ ഹങ്കർ ഫോർട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പാലം കിടക്കുമ്പോൾ സൂക്ഷിക്കുക, കാരണം വിള്ളൽ അത്യാവശ്യമുണ്ട്. അല്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതിനും വലിയ പേടികളൊക്കെ എന്തൊക്കെയോ അച്ചടിച്ച് പ്രചരിക്കുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ പ്രേതമുണ്ട്, അവിടെ പ്രേതമുണ്ടെന്നോ ഭൂതമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആക്ച്വലി ഇവിടുത്തെ ലൊക്കാലിറ്റിയിലൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ അറിയാം, അങ്ങനെ യാതൊരു വിധ സംഭവം ഇവിടെ ഇല്ല. പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ കള്ളത്തരൊക്കെ പ്രചരിപ്പിക്കുന്നത്? വ്യൂസ് കിട്ടാനായിരിക്കാം പലപ്പോഴും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അങ്ങനത്തെ കുറേ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് മാത്രം ശേഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്യാവശ്യം നല്ലൊരു വരുമാനമുള്ള പരിപാടി കേട്ടോ, കാരണം ഇങ്ങനത്തെ ഒരു പൊട്ടി പൊളിഞ്ഞ് കെട്ടിടം വെച്ചിട്ട് നല്ല പൈസ അങ്ങ് കഴിയും. ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഒരു സാധനം ഇല്ല ഇതിൻ്റെ ഉള്ളിൽ. അല്ല, ഞാൻ ആ വരുമ്പം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടേക്ക് കയറുന്ന ട്രാക്ക് മാത്രമേ സെറ്റ് ആവുള്ളൂ, ഇവിടെ കാര്യമായിട്ടൊന്നും കാണില്ല. ഇതിനും നല്ല നമ്മളെ മറ്റേ ഇതില്ലായിരുന്നു, നമ്മൾ നേരത്തെ കണ്ട എന്താ പറയാ, ഓഫീസ് ഉണ്ടായിരുന്നില്ലേ, ഒരു ഇലക്ട്രിസിറ്റിന്റെ ഓഫീസ്. അത് ഇതിന് നല്ല അടിപൊളി സ്പോട്ട് ചെയ്യുന്ന സത്യം പറയാ. പിന്നെ ഓരോ ബിസിനസ് ആണല്ലോ, അത് പ്രൊമോട്ട് ചെയ്യല്ലാരും. ഹങ്കർ ഫോർട്ടിന്റെ മുന്നിലുള്ള തേയിലത്തോട്ടാണ്. അപ്പോൾ അവിടുന്ന് മാത്രമല്ല കാഴ്ചകൾ, ശരിക്കും ഹങ്കർ ഫോർട്ടിന് ഉള്ളിലേക്ക് നമ്മൾ വെറുതെ കയറുകയാണ്. അതിന് പുറത്തേക്ക് വന്നാലാണ് ശരിക്കും കാഴ്ചകൾ, ഈ കാണുന്ന സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ എനിക്ക് മറ്റേ ചാർലിത്തെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്, മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടില്ലെങ്കിൽ വാ പോര്, ഇത് കാണിച്ചു തരാം. തേയില കാണുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. അതായത് തേയിലിൻ്റെ ഏറ്റവും മേലത്തെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം രാജ്യങ്ങൾക്കുള്ളത്, ഗൾഫ് അതേപോലെ യൂറോപ്പ് രാജ്യങ്ങൾക്കുള്ളത്. നമ്മുടെ ഒരു ഇത് പറയട്ടോ, നമ്മുടെ ഒരു സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് പോകും തോറും ഈ ചായപ്പൊടിൻ്റെ എന്താ പറയുക, ക്വാളിറ്റി കുറഞ്ഞു വരും. അപ്പോൾ ഏറ്റവും ലാസ്റ്റുള്ള ഇലകളുണ്ടാവും,
അപ്പോൾ നമ്മൾ കുടിക്കുന്ന അതാ ചായപ്പൊടി അറിയാം നിങ്ങൾക്ക്. അധികം ആൾക്കാർക്ക് അറിയാൻ മതിയാവും. നമ്മൾ കുടിക്കുന്ന ഏറ്റവും താഴത്തുള്ള ഇലകളാണ്, അതായത് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ഇലകൾ. പക്ഷെ നമ്മളെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനം കഴിക്കുന്നത്, നല്ല സാധനം കഴിക്കുന്നത് യൂറോപ്പിലും അമേരിക്കക്കാർ, മിഡിൽ ഈസ്റ്റുകാർ. കോമഡി ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മൾ ഈ വിശാലമായിട്ട് കിടക്കുന്ന ഈ തേയിലക്കാടില്ലേ, അപ്പം ആദ്യമൊക്കെ പണ്ടൊക്കെ കുറേ ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വിശാലമായിട്ട് കിടക്കുന്ന ഈ ഏക്കർ കണക്കിന് കിടക്കുന്ന ഈ ഒരു ഭൂമി ഒരാളിതാവുമോ അല്ലെങ്കിൽ പല ആൾക്കാരിതാവുമോ, ഈ പല ആൾക്കാരിത് എങ്ങനെ ആണെങ്കിൽ ഇവരെങ്ങനെയാണ് ഇതിനെ വേർതിരിക്കുന്നത് എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഇനി. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മാറിയത് പറഞ്ഞാൽ ഒരു കല്ലുണ്ട്. കല്ലെന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു കട്ട ചില സ്ഥലത്ത് ഇട്ടതായിട്ട് കാണാം. ഇതിപ്പോൾ അവിടെ ആ ഒരു ലൈൻ്റെ അപ്പുറത്തായിട്ട് ഒരു ജണ്ടുണ്ട്. ജണ്ട എന്നാ പറയാ, ജണ്ട. ആ ജണ്ടയാണ് ശരിക്കും പറഞ്ഞാൽ അതിർത്തി. അപ്പോൾ ആ അതിർത്തിയും അടുത്ത ജണ്ട നോക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടേതായിട്ടുള്ള ഓരോ സ്ഥലങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഭയങ്കരമായിട്ടുള്ള സംഭവം തന്നെയാണ്. കാരണം ഈ വെച്ചാൽ അല്ലാതെ ഇവിടെ ഇപ്പോൾ അതിർത്തി കെട്ടുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട്, ഒരു കയറ് കെട്ടിയാൽ പോലെ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടി എങ്ങനെ കാണാനാണ്? പോട്ടെ, ഒരു മതിൽ കെട്ടുക, അതും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം പണിക്കാർക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്നും പാസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലതായിരിക്കും ഒരു പ്രേരണകളൊക്കെ അടിച്ചടിക്കാൻ പറ്റിയ സ്പോട്ടാണല്ലോ. ഏതോ ഒരു വ്ളോഗിൽ ഞാൻ കണ്ടിരുന്നു. എന്താ കൊടുത്ത് സാധനം വെക്കണായിട്ടായിരിക്കും. അതേതാ गाना था? सुन जरा इसमें मोबाइल में है लग सुन रहा। आप लोग इधर काम कर रहे हैं इसका ये? इसी में काम कर रहे हैं। कोई न्यूज़ में हम लोग, न्यूज़ नहीं है कोई, इसमें क्या है ना, ये सोशल मीडिया में दिखा था, इसमें बूद है नहीं भैया ऐसी ऐसी सुनता है वो। सोशल 12 बजे 1 बजे रात घूमते हैं, निकलते हैं, बस यही कहिए कि रात में टाइगर सब आता है, सब आता है। टाइगर इधर आता है? ഓ ऐसी टाइगर പുലി എല്ലാം വരുന്നുണ്ട്, പുലി ആന എല്ലാം വരുന്നുണ്ട്. वो भी मैं देखा था वो हाथ तो नहीं है यहाँ पे। पहले तो अच्छा था, रूम था ये अच्छा, अरे ब्रिज अच्छा था, अब तो सब पूरा पुराना हो गया, खराब हो गया। ओहो ऐसी है, ठीक है। मे भी हाथी का वो वेस्ट में उधर दिखाया था, मैं सोचा था कैसे बोलते हैं इसको, पता है? क्या काड़ा? छोटा वाला मुल्लामनी वही चीज आता है ना, तो पानी आता है तो रूम में घुसता है। ओ ऐसी है, ठीक है ठीक है। अच्छा है दिखने के लिए, बहुत सुंदर है ये जगह। वो तो कुछ भी नहीं है इसमें, नहीं है। कहाँ है? उसमें अरे हस्बैंड काम कर रहे हैं। काम तो गया वो इधर है ना, सेम ये इसका इसी में पत्ता कटिंग करने के लिए यही बात है। क्या चीज है? एक मलयालम फिल्म शूटिंग किया था, मेरे को मालूम है। और आप बोल रहे अभी हिंदी का भी है, मलयालम फिल्म इधर शूटिंग मेरे को मालूम है। अभी आप बोल रहे हैं एक हिंदी फिल्म भी है। आपका नाम क्या था? मेरा नाम मोहिनी है। ओके ओके। रागिनी, मोहिनी रागिनी। और ये छोटा रदिया, ये थोड़ा अलग है। मोहिनी रागिनी तो अलग है।
सेम सेम एज है हमारा। हमारे बेटी का वही सेम 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 एज है। इसका एरीना एरीना। में नहीं आदमी, सब में आदमी है। हाँ वैसी है हाँ। ये वाला बना है भैया। क्या? सुन जरा से सुन जरा। ये बना है। ये यदि ही है। हाँ सेम 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 तो कैसे पानी है उसमें, पानी भी था उधर उसी नहीं। ऊपर में भी है। ऊपर में हाँ ठीक है रूम भी यार। दिखेगा, ये रूम दिखता है, यहाँ ब्रिज दिखता है। सुन जरा അത് ഇത് ലൊക്കേഷന് TR ബസാറാണ്. നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് കാണാൻ പറ്റിയ ലൊക്കേഷനാണ്. അപ്പോൾ എന്താ നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത്? ഒരു മിനി സ്വിറ്റ്സർലൻഡായിട്ട് തോന്നില്ലേ? ഇനി എനിക്ക് മാത്രമാണോ ഈ കാണുന്നവർക്ക് മാത്രം കാണുന്നവർക്കും തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു മിനി സ്വിറ്റ്സർലൻഡ് തന്നെയാണ് സംഭവം. അപ്പുറത്ത് മറ്റേതൊക്കെ ഉണ്ടടി, എന്താ പറയാ, കാട്ടുപോത്തുകളൊക്കെ. പിന്നെ അതിക്കപ്പുറം നല്ലൊരു കാട് തന്നെയാണ്. ആ കാട്ടിൽ നിന്ന് കാട്ടുപോത്ത് ഇങ്ങനത്തെ ഇതൊക്കെ വരുന്നുണ്ട്. വെച്ചാതി വ്യൂലേ, ഒരു ചായ ഒക്കെ ഇങ്ങനെ കുടിച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒരു സിപ്പ് അടിക്കാതാ, ഒരു സിപ്പ്. എന്താ രസല്ലേ. എന്തായാലും രസം. ഇത്രയൊരു കാഴ്ച കണ്ടിട്ട് ഒന്നും വേണ്ട, ഒരു ചായ. അത് അതിൻ്റെ ഒരു 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 ഭംഗി എന്ന് വെച്ചാൽ അതാണ്. ഒരു മനസ്സിന് ഉണർവ് പോകുന്നത് പോലെ തന്നെ ശരീരത്തിന് ഒരു ഉണർവ് കേൾക്കാനായിട്ട് ഒരു ചായ. ഏത് കളിക്ക് പൈൻ ഫോറസ്റ്റിന്റെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്താ രസമല്ലേ കാണാൻ, ഒരു രക്ഷയില്ലാത്തൊരു ഇതാട്ടോ. പിന്നെ ഈ വഴി അത്ര നല്ല വഴിയല്ല, വണ്ടിന്റെ അടിയൊക്കെ നല്ല കൂളായിട്ട് തട്ടുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. രാത്രിക്കാണെങ്കിൽ പിന്നെ പറയണ്ട, കുഴിച്ചാടി മതിയാവും. ഇപ്പൊ തന്നെ വണ്ടിന്റെ എന്താ പറയാ, നല്ലൊരു ചാട്ടൊക്കെ ചാടിയാണ് കുഴിയിൽ, ശ്രദ്ധിച്ചെടുത്തിട്ട് കൂടി. ഈ എന്തായാലും രസം. നമ്മളങ്ങനെ ചുരം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഊട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് ചുരം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഊട്ടി ട്രിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഓൾഡ് ഫാഷനാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാൽ കൂടി തന്നെ ഇത് പറയാതെ വേറെ നിവൃത്തിയില്ല.